അനധികൃതമായി പ്രവർത്തിച്ചു വന്ന പാർട്ടി ഓഫീസ് ഒഴിപ്പിക്കുന്നത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ ജനം ടിവി സംഘത്തിനെതിരെ സിപിഎമ്മിന്റെ ആക്രമണമുണ്ടായി. തിരുവനന്തപുരം ആനയറയിലെ കോർപ്പറേഷൻ കെട്ടിടത്തിലാണ് ഏറെക്കാലമായി സിപിഎം ഓഫീസ് മറ്റൊരു പേരിൽ പ്രവർത്തിച്ചു വന്നത്. ഓഫീസ് പൊളിച്ചു നീക്കാൻ 2 ദിവസം കൂടെ അനുവദിക്കുമെന്ന് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിലെ കടകംപള്ളി സോണൽ ഓഫീസ് പരിധിയിലാണ് കോർപ്പറേഷൻ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉള്ളത്. സിവിൽ സ്റ്റേഷന് സമീപമുള്ള കെട്ടിടത്തിൽ കോവിഡ് കാലത്ത് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിച്ചിരുന്നു. എന്നാൽ അതിന് പിന്നാലെ അത് സിപിഎം ഓഫീസായി മാറി. കൊടിതോരണങ്ങളും പുസ്തകങ്ങളുമെല്ലാം ഈ ഓഫീസിലുണ്ടായിരുന്നു. കോർപ്പറേഷൻ പരിധിയിലുള്ള അനധികൃത കെട്ടിടങ്ങൾ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കോർപ്പറേഷൻ അധികൃതരും ജീവനക്കാരും ഇങ്ങോട്ടേക്ക് എത്തിയത്. COVID-19 പേരിൽ ഇവിടെ തുറന്നു കിടന്ന ഒരു സ്ഥലമായിരുന്നു നമ്മുടെ നഗരസഭയുടെ ഒരു സ്ഥലം. അതിൽ കോവിഡ് സമയത്ത് കോവിഡ് ഡെസ്ക് എന്ന പേരിൽ ആ ഒരു സ്ഥലത്തിനെ കെട്ടിയടച്ചുകൊണ്ട് അന്ന് ആ ഒരു കോവിഡ് സമയത്ത് അങ്ങനെ ഒരു ഹെൽപ്പ് ഡെസ്ക് പോലെ പ്രവർത്തിച്ചു. പക്ഷേ കോവിഡ് കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ. ഇപ്പോൾ അതിനുശേഷം അവിടെ പാർട്ടി ഓഫീസാണ്. പാർട്ടി ഓഫീസ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ കണ്ടതാണ്. അതിനകത്തുനിന്ന് എന്തുമാത്രം കൊടിതോരണങ്ങളാണ് എടുത്ത് മാറ്റിയിരിക്കുന്നത്. അത് കോർപ്പറേഷൻ്റെ ബിൽഡിംഗ് ആണ്, കോർപ്പറേഷൻ്റെ റെന്റ് കൊടുക്കുന്നത്. പക്ഷേ അത് പാർട്ടിയുടെ ഓഫീസായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ ചില സിപിഎം പ്രവർത്തകർ കെട്ടിടത്തിന്റെ മറ്റൊരു മുറിയിൽ മദ്യപിച്ചു കിടക്കുന്ന ദൃശ്യങ്ങളും പുറത്തായി. ഇക്കാര്യം റിപ്പോർട്ടിങ്ങിനിടെ ചൂണ്ടിക്കാട്ടിയതാണ് സിപിഎം പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്. ക്യാമറയ്ക്കും റിപ്പോർട്ടർക്കും നേരെ ആക്രോശിച്ചുകൊണ്ട് സിപിഎം പ്രവർത്തകർ പാഞ്ഞെടുത്തു. ഇവിടെ സിപിഎമ്മിന്റെ പ്രവർത്തകരൊക്കെ ഉണ്ട്. അവരൊക്കെ ചേർന്നുകൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവിടെ നിന്നും ഈ ഷെഡ് പൊളിക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെയാണ്. എന്തായാലും അവരൊക്കെ നമ്മളോട് അതായത് ആ ദൃശ്യങ്ങളടക്കം നമ്മൾ പുറത്തുവിട്ടതാണ്. ഈ പ്രവർത്തകർക്ക് ഇവിടെ ജനം ടിവിക്ക് നേരെയും എന്തായാലും നേരത്തെ ഞങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ഇവിടെ ക്യാമറ കൈവയ്ക്കരുത് കേട്ടല്ലോ. ക്യാമറ തുടരുത്. അല്ല, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? ക്യാമറ തുടരുത്. ഇവിടെ നടന്നു എന്നല്ലേ കാണിച്ചത്. ക്യാമറ തുടരാ. അല്ല സാറേ, എന്താ അങ്ങനെ പേടിച്ച് മുന്നോട്ടൊന്നും പോകില്ല. അങ്ങനെ പേടിച്ച് മുന്നോട്ട് പോകുന്നില്ല. സ്ഥലത്തേക്ക് കൂടുതൽ പോലീസ് എത്തിയിട്ടും ഓഫീസ് പൊളിച്ചു നീക്കാൻ നേതാക്കൾ വഴങ്ങിയില്ല. കൂടുതൽ പ്രവർത്തകരെ വിളിച്ചു വരുത്തി കോർപ്പറേഷൻ ജീവനക്കാരെ തടഞ്ഞുവെച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ ക്രമസമാധാന പ്രശ്നം നിലനിൽക്കുന്നതിനാൽ മാനുഷിക പരിഗണന വെച്ച് ഓഫീസ് പൊളിച്ചു നീക്കാൻ 2 ദിവസം അനുവദിച്ചതായി കോർപ്പറേഷൻ ക്ഷേമകാര്യ ചെയർപേഴ്സൺ വ്യക്തമാക്കി. നഗരസഭയുടെ തന്നെ കെട്ടിടമാണ്. അവരിപ്പോൾ നമ്മുടെ അടുത്തൊരു സമയം ചോദിച്ചിട്ടുണ്ട്. നമ്മളൊരു മാനുഷിക പരിഗണന അനുസരിച്ച് നമുക്കൊരു 2 ദിവസം സമയം കൊടുക്കാം എന്നുള്ളതല്ല. ഇവിടെ നമ്മൾ മേയറോട് തീരുമാനിച്ചപ്പോൾ മേയർ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞതിൽ നമുക്ക് 2 ദിവസം സമയം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്ന കെട്ടിടം തന്നെയാണ്. അത് നേരത്തെ കാലങ്ങളിൽ അവർ വെച്ചതാണത്. അപ്പം നമ്മളത് പറഞ്ഞിട്ട് കാര്യമല്ലേ. ഇപ്പം നമ്മളത് നഗരസഭയുടെ കെട്ടിടമായത്, നഗരസഭയുടെ സ്ഥലമായിട്ട് മാറ്റി തന്നേ പറ്റുള്ളൂ. നമുക്ക് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നതാണ്. ഇനി 2 ദിവസത്തിനകം ഓഫീസ് പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ തുടർ നടപടികൾ ശക്തമാക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. ജനം, തിരുവനന്തപുരം.